തെരച്ചിൽ നടക്കുകയാണ്. ആരെങ്കിലും മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ് അവിടെ നിന്നെങ്ങും കാണാൻ കഴിയുന്നത്. മൃതദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളൊക്കെയാണ് പലയിടത്തു നിന്നും കിട്ടുന്നത്. നിലമ്പൂരിലേക്ക് എത്തിച്ചത് ചാലിയാറിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളാണ്. അവിടെയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ നാളെ വൈകിട്ടോടെ ആർമിയുടെ താൽക്കാലിക പാലം സജ്ജമാകുന്നതോടുകൂടി ആ രക്ഷാദൗത്യത്തിന് പുതിയൊരു വേഗം കൈവരും എന്ന് കരുതുന്നുണ്ട്. മുണ്ടക്കയുടെ മറുകരയിലെത്തി തെരച്ചിൽ നടത്താൻ വേണ്ട സംവിധാനങ്ങളൊക്കെ അവിടേക്ക് എത്തുന്നതോടുകൂടി അവിടെയുള്ള തെരച്ചിലിനും വലിയ വേഗം കൈവരിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. വിവിധ മേഖലകളിൽ നിന്ന് സഹായം ദുരന്ത മേഖലയിലേക്ക് എത്തുന്നുണ്ട്, ഇനിയും സഹായം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ അമിത്ഷായ്ക്കുള്ള മറുപടിയും നമ്മൾ കണ്ടു. ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ദുരന്തം എന്നുള്ള പ്രതികരണത്തിന് അപകടത്തിന് ശേഷം രാവിലെ 6 മണിയോടെയാണ് പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. നാളെ 11:30 ജില്ലാ കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗം ചേരാൻ പോവുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ, ആ പ്രദേശത്തിൻ്റെ പുനർനിർമ്മാണമടക്കം ഇനി വളരെ വിപുലമായ ചർച്ചകളും പദ്ധതികളും ആവശ്യമായുള്ള വിഷയമാണ്. അതിനേത് തരത്തിലുള്ള ഇടപെടലാണ് നടത്താൻ കഴിയുക എന്നുള്ള കാര്യം സർക്കാർ പരിശോധിക്കും. മുണ്ടക്കയിലും ചൂരൽമലയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുന്നു. 4 സംഘങ്ങളായി തിരിഞ്ഞ് സൈന്യത്തിൻ്റെ ദൗത്യം പുരോഗമിക്കുന്നു. അപ്പോഴും ഉറ്റവരെ കാത്ത് യാതൊരു വിവരവുമില്ലാതെ നിൽക്കുന്ന നിസ്സഹായരായ മനുഷ്യർ ഒരുപാടുണ്ട്. ചെളിയും വലിയ പാറകളുമൊക്കെ നിറഞ്ഞ പ്രദേശത്തുള്ള തെരച്ചിൽ അത് എത്രത്തോളം ദുഷ്കരമാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. പുഴയിലെ ഒഴുക്ക് വീണ്ടും കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം പരിശോധിക്കണം. എസ് വിജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിജയകുമാർ, നിലവിൽ ഈ പുഴയുടെ മറുകരയിലേക്ക് 2 യന്ത്രങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപയോഗിച്ചുള്ള പരിശോധന, അതിൻ്റെ പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇനി കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല, കാരണം വലിയ രീതിയിലുള്ള മഴ, അതുപോലെ പുഴയിലെ ഒഴുക്ക്, അതിനെ മറികടന്ന് മറുകരയിലേക്ക് എത്തുക എന്നുള്ളത് സാധ്യമല്ല. നേരത്തെ ഈ വെള്ളത്തിലൂടെ തന്നെയാണ് ഈ വാഹനങ്ങൾ മറുകരയിലേക്ക് പോയത്. ഇപ്പോഴതിന് കഴിയുന്ന സാഹചര്യവുമില്ല. അതിനി ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വിജയകുമാർ? എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പുഴയിലെ ജലനിരപ്പ് കാര്യമായി ഉയരുന്നുണ്ട്. ഇവിടെ ഈ രക്ഷാപ്രവർത്തകർ തീരത്തുണ്ടായിരുന്നവരെയൊക്കെ കുറെ കൂടി ദൂരേക്ക് ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആർമി താൽക്കാലിക പാലം പ്രവർത്തിപ്പിക്കുന്ന നടപടി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പുഴയുടെ തൊട്ട് തീരത്തുണ്ടായിരുന്നവരാണ്. അവരെ ഇപ്പോൾ കുറെ കൂടി ദൂരത്തേക്ക് തന്നെ ഈ ആർമി ഉദ്യോഗസ്ഥരൊക്കെ മാറ്റിയിരിക്കുകയാണ്. കാരണം പുഴയുടെ സ്വഭാവം മാറുന്നുണ്ടോ എന്നൊരാശങ്ക പൊതുവെ ഉയരുന്നുണ്ട്. ഒഴുക്ക് ശക്തമാണ്. ഒരുപക്ഷെ തുടർച്ചയായി മഴ പെയ്യുന്നതിന്റെ ഭാഗമായി വെള്ളം ഒഴുകുന്നതാവാം. ഇപ്പോൾ ഒരു ജീപ്പ് കൂടി അവിടെ വന്നിട്ടുണ്ട്. അത് നേരത്തെ ഇവിടെ വന്ന് ഒരു മൃതദേഹം ഇവിടെ ഇറക്കിയതിന് ശേഷം പോയതാണ്. അത് രക്ഷാപ്രവർത്തകരാണോ അതിൽ വരുന്നത്, അതോ അതിൽ പരിക്കേറ്റവരോ മൃതദേഹമോ വല്ലതുമുണ്ടോ എന്ന് അല്പസമയത്തിനകം അറിയാം. അത് റോപ്പ് വേയിലൂടെ ആയിരിക്കും എന്തായാലും അത് ഇവിടേക്ക് എത്തിക്കുക. ഇപ്പോഴും റോപ്പ് വേ പ്രവർത്തിക്കുന്നുണ്ട്, അതിന് തടസ്സമില്ല. അതിശക്തമായിട്ട് നേരത്തെ നമ്മൾ കാണുന്ന സമയത്തുണ്ടായിരുന്ന മൺകൂമ്പാരങ്ങളൊക്കെ ഇപ്പോൾ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. 100 കണക്കിന് എന്ന് പറഞ്ഞാൽ കൂടില്ല, അത്രയും രക്ഷാപ്രവർത്തകരെ പുഴയുടെ അക്കരെ ഇപ്പോൾ അവർ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ഏത് വഴിയിലൂടെ ഇനി ഇപ്പോഴേ ഇങ്ങോട്ട് വരാൻ കഴിയും എന്നറിയില്ല. ഈ വെള്ളത്തിന്റെ ഒഴുക്ക് ഒന്ന് കുറഞ്ഞാൽ മാത്രമായിരിക്കാം അവർക്ക് ആർമിക്ക് താൽക്കാലിക പാലം അവിടെ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ആ വഴിയിലൂടെ, ആ താൽക്കാലിക പാലത്തിലൂടെ വീണ്ടും അവർക്ക് അവിടെ എത്താൻ കഴിയും. പക്ഷേ ഇപ്പോഴതിന് പറ്റുന്ന ഒരു സാഹചര്യമില്ല. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ പുഴ അതിന്റെ സ്വഭാവം മാറുന്നുണ്ട്. ആ ഒഴുക്ക് അതിശക്തമാണ്. ഒഴുക്ക് എന്ന മട്ടിൽ അവിടെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഈ മുകളിൽ പെയ്ത മഴ അത് അതിതീവ്ര മഴ പെയ്തതാവാം എന്ന് വേണം കരുതാൻ. അതിനപ്പുറം മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും മഴ അതിശക്തമായി കഴിഞ്ഞ 1.5 മണിക്കൂറായി പെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും തുടരുന്നുണ്ട് മഴ. ഒരു പക്ഷേ ഈ മുകളിൽ എന്ന് വെച്ചാൽ ഈ മലമുകളിൽ അതിശക്തമായി പെയ്യുകയായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ശക്തമായ ഒഴുക്ക് ഈ പുഴയിൽ ഉണ്ടാകുന്നത്. രക്ഷാപ്രവർത്തകർ
രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്നാണ് എസ് വിജയകുമാർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കനത്ത മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ആ പുഴയിലെ കുത്തൊഴുക്ക്, നിലവിൽ നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക പാലം മുങ്ങുന്ന നിലയിലേക്ക് അവിടെയുള്ള മഴയും കുത്തൊഴുക്കും കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ആ താൽക്കാലിക പാലം വഴി ആളുകളെ മറുകരയിൽ എത്തിക്കുന്ന നടപടികൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി കാലാവസ്ഥ അനുകൂലമാവുക, അതുപോലെ തന്നെ നാളെ നിർമ്മിക്കാൻ പോകുന്ന താൽക്കാലിക പാലം, അത് കൂടുതൽ കരുത്തുറ്റ താൽക്കാലിക പാലം, അതുവഴിയുള്ള രക്ഷാദൗത്യം, അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദൗത്യസംഘം. ദുരന്തഭൂമിയിലെങ്ങും ഉറ്റവരെ തിരഞ്ഞുള്ള വിലാപങ്ങൾ നമുക്ക് ഇന്നും കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു ഗ്രാമത്തെ, ഒരു പ്രദേശത്തെ ഒന്നാകെ തൂത്തെറിഞ്ഞ് ആ അപകടം പോയിട്ടുണ്ട്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നേരത്തെ പ്രേക്ഷകർ കണ്ടിരുന്നു. എത്രത്തോളം വലിയ വ്യാപ്തി, എത്രത്തോളം വലിയ ആഘാതം ആ പ്രദേശത്തിന് അത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എത്രയോ വീടുകൾ ഉണ്ടായിരുന്ന ഇടമാണ്, 400ഓളം വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ്. അവിടെ ഇനി വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 150ഓളം വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു പൂർണ്ണമായ ചിത്രമില്ല. ആശുപത്രിയിൽ പരിക്കേറ്റ് കഴിയുന്നവരുടെ വിവരങ്ങൾ ലഭ്യമാകുന്ന മണിക്കൂറുകളാണ്. അതുപോലെ ജീവൻ നഷ്ടമായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന മണിക്കൂറാണ്. പലതും നമുക്ക് സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ, വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. പലരുടെയും മൃതദേഹം കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടുന്ന സാഹചര്യം, അതിൽ തന്നെ പലതും ശരീരഭാഗങ്ങളായി മാത്രം കിട്ടുന്ന സാഹചര്യം. അങ്ങനെ തീർത്തും വേദനാജനകമായ, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത, അതിദാരുണം എന്ന് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോഴിതാ പ്രേക്ഷകർ ആ ദൃശ്യങ്ങളിൽ കാണാം. വീടൊക്കെ മറിഞ്ഞ് താഴേക്ക് വീഴാറാവുന്ന നിലയിൽ, പൂർണ്ണമായും തകർന്ന നിലയിലുള്ള അതിൻ്റെ ദൃശ്യങ്ങൾ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണത്. നമ്മുടെ നാട്ടിലാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. കേരളം ഒന്നാകെ ഇപ്പോൾ ആ പ്രദേശത്തെ ചേർത്ത് പിടിക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ആ പ്രദേശത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ട കാര്യങ്ങളിലേക്ക് കേരളം സജീവമായി കടക്കുന്നു. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കും.